നമ്മളിപ്പോൾ ഉള്ളത് എംആറിന്റെ ദുബായ് ഹിൽസിലെ സെയിൽസ് സെന്ററിലാണ്. ദുബായ് ഹിൽസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിലും വളരെയധികം എന്താ പറയാ അപ്രീഷിയേറ്റ് ആയ കമ്മ്യൂണിറ്റിയാണ്. 2016-17 സമയത്തൊക്കെ വില്ലാസിന്റെ പ്രൈസ്, ലോഞ്ച് ചെയ്ത വില്ലാസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 5-6 മില്യൺ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 18-20 മില്യൺ ആണ്. അതായത് 2 ടൈംസ് ആണ് അപ്രീഷിയേറ്റ് ആയിരിക്കുന്നത്. അതായത് 10 കോടി രൂപയ്ക്ക് വാങ്ങിച്ച വില്ലാസിന്റെ ഇപ്പോഴത്തെ പ്രൈസ് അറൌണ്ട് 40-50 കോടി രൂപയാണ്. എംആർ എന്ന് പറയുന്നത് ദുബായിൽ ഒരു സാധാ ഡെവലപ്പർ അല്ല, ദുബായിൽ ഒരു ഗവൺമെന്റ് ഡെവലപ്പറാണ്. അതുകൊണ്ട് തന്നെ ദുബായിലെ ഗവൺമെന്റിന്റെ വിഷന്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പറാണ് എംആർ എന്ന് പറയുന്നത്. എംആർ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡെവലപ്പേഴ്സ് എല്ലാം അങ്ങോട്ട് ചെല്ലും. കാരണം എംആർ ഒരു കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പർ അല്ല എംആർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്രീസിയേഷൻ, നമ്മൾ ആ വാക്ക് അപ്രീസിയേഷൻ ഉള്ള വാക്കിന് എക്സാമ്പിൾ ആണ് എംആർ എന്ന് പറയുന്നത്. ഇപ്പൊ എംആറിന്റെ ഏത് കമ്മ്യൂണിറ്റി ദുബായിൽ എടുത്തോളൂ, അവിടെ എല്ലാം ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അടുത്ത ഡെവലപ്പേഴ്സ് അതിന്റെ സൈഡിൽ കൊണ്ടുവന്ന് അടുത്ത കമ്മ്യൂണിറ്റി പണിയും. കാരണം എംആർ വന്നിട്ടുണ്ടോ അവിടെ അടുത്ത ഡെവലപ്മെന്റ് ഹബ് ആണെന്നുള്ളത് ഗ്യാരണ്ടി ആണ്. അപ്പൊ നമുക്ക് ദുബായിൽ ഇപ്പൊ നിലവിലുള്ള ഏതൊക്കെ കമ്മ്യൂണിറ്റീസ് ആണ് നമുക്ക് എംആറിൽ ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരുപാട് കമ്മ്യൂണിറ്റീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് അണ്ടർ കൺസ്ട്രക്ഷനിലും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. നമുക്ക് ദുബായ് മാപ്പ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് ക്രീക്ക് ഹാർബർ ആണ് നമ്മുടെ ദുബായ് ഓൾഡ് ദുബായ് സൈഡിലേക്ക് വരുമ്പോൾ ക്രീക്ക് ഹാർബർ ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. ക്രീക്ക് ഹാർബറിൽ ഇപ്പോഴും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ ടോളസ്റ്റ് ടവർ ഒക്കെ ക്രീക്ക് ഹാർബറിലാണ് വരുന്നത്. ക്രീക്ക് ഹാർബറിൽ മോസ്റ്റ്ലി അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്സ് ആണ്, ടൗൺ ഹൗസുകളോ വില്ലാസോ ഇല്ല. ഇതൊരു അപ്പാർട്ട്മെന്റുകളും അതുപോലെ ഹൈ റൈസ് ടവറുകളും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഇപ്പോൾ നമുക്കൊരു 1 ബെഡ്റൂം 1.7-1.8 മില്യൺ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കിട്ടും. അതായത് നാട്ടിൽ 3 കോടി രൂപ 4 കോടി അടുപ്പിച്ച് നമുക്ക് ഇവിടെ ക്രീക്ക് ഹാർബറിൽ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്രീക്ക് ഹാർബറിൽ ഒരു കോമഡി എന്താന്ന് പറഞ്ഞാൽ ക്രീക്ക് ഹാർബറിൽ 2020 ഒരു 1 ബെഡ്റൂമിന്റെ പ്രൈസ് ഏകദേശം 8 ലക്ഷം 9 ലക്ഷം, അതായത് അറൌണ്ട് 1 മില്യൺ, നാട്ടിൽ 2 കോടി രൂപയായിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6.5 കോടി രൂപയാണ്. അതായത് ഒരു 3 വർഷത്തെ ഗ്യാപ്പിലാണ് അത്രയും അപ്രീസിയേഷൻ. നമുക്ക് ലോകത്ത് എവിടെ കിട്ടും ഇത്രയും അപ്രീസിയേഷൻ? അത് സേഫ് ആയിട്ടുള്ള അപ്രീസിയേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രീക്ക് ഹാർബർ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നല്ല കമ്മ്യൂണിറ്റിയാണ്, ഡെവലപ്പ് ആയി വരുന്ന കമ്മ്യൂണിറ്റിയാണ്. ദുബായിലുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും, ഡൗൺ ടൗണിനെക്കാളും നല്ലതാണ് ഇപ്പോൾ ക്രീക്ക് ഹാർബർ എന്ന്. അവിടെ പോയാൽ മാത്രമേ അതിന്റെ ഒരു ലുക്കും അതിന്റെ ഒരു അപ്പീലൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയും ഇത് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നല്ല അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ക്രീക്ക് ഹാർബർ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ പ്രൈസ് കമ്പാരിറ്റീവ്ലി അല്പം കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഡൗൺ ടൗൺ ആണ്. ഡൗൺ ടൗൺ ഇനി നമുക്ക് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ അല്ല. കാരണം അത് ഫുള്ളി മെച്ചുവേർഡ്, ഫുള്ളി ഡെവലപ്ഡ് ആണ്. അവിടുത്തെ പീക്ക് പ്രൈസിലാണ് നിൽക്കുന്നത്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുർജ് ഖലീഫ ഇരിക്കുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ആ ലൊക്കേഷന് അടുത്തുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി മെച്ചുവേർഡ്, ഫുള്ളി ഡെവലപ്ഡ് ആണ്. നമുക്ക് ഇനി അവിടെ വാങ്ങാന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല. അവിടെ ഇപ്പോൾ ഒരു 1 ബെഡ്റൂമിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അവിടെയും ടൗൺ ഹൗസോ വില്ലാസോ ഒന്നും ഇല്ല, അപ്പാർട്ട്മെന്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഹൈ റൈസ് ടവറുകളാണ്. ബുർജ് ഖലീഫയുടെ അടുത്തുള്ള ഹൈ റൈസ് ടവറുകളാണ് നമ്മുടെ ഡൗൺ ടൗൺ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അറൌണ്ട് 2.5 മില്യൺ ആണ്. നാട്ടിൽ 5 കോടി രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് ഇനി അവിടെ വാങ്ങാന്ന് പറയുന്നത് അവിടെ വാങ്ങുന്നതിലും നല്ലത് നമുക്ക് ക്രീക്ക് ഹാർബറിൽ വാങ്ങുന്നതാണ്. അപ്പോൾ അടുത്തൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് ഹിൽസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മാപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് സെന്റർ ആണ്, ഹാർട്ട് ഓഫ് ദുബായ് എന്ന് പറയുന്ന ഒരു, അതായത് നമ്മൾ ഒരു ദുബായ് മാപ്പ് 4 മടക്കിയാൽ സെന്റർ വരുന്ന ലൊക്കേഷനാണ് ദുബായ് ഹിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ദുബായ് ഹിൽസിലെ അഡ്വാൻറ്റേജ് എന്താ, ദുബായ് ഹിൽസിലും നമുക്ക് അപ്പാർട്ട്മെന്റ്സും ഉണ്ട്, ടൗൺ ഹൗസും ഉണ്ട്, സെമി ഡിറ്റാച്ച് വില്ലാസും ഉണ്ട്, വില്ലാസും ഉണ്ട്. ഇപ്പൊ വില്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലാസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് ഈ ദുബായ് ഹിൽസ് ലോഞ്ച് ചെയ്ത ടൈമിൽ പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 5 മില്യൺ 6 മില്യൺ ആയിരുന്നു ഇൻഡിപെൻഡന്റ് വില്ലാസിന്റെ പ്രൈസ്. അതായത് നാട്ടിലെ 10 കോടി രൂപ. ഇപ്പോഴത്തെ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 18-19 മില്യൺ ആണ്. നാട്ടിലെ 40-50 കോടി രൂപയാണ് ആ വില്ലാസിന്റെ ഇപ്പോഴത്തെ പ്രൈസ്. 4 വർഷം കൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇമാർ എന്താണെന്നുള്ളത് ഇതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇതിന്റെയൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DXB ഇന്ററാക്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിൽ എന്താണ് സംഭവിച്ചെന്നുള്ളതിന്റെ ട്രാൻസാക്ഷൻസ് മൊത്തം നിങ്ങൾ ആ ലൊക്കേഷന്റെ പേര് ടൈപ്പ് ചെയ്താൽ അവിടുത്തെ പ്രൊജക്റ്റുകൾ മൊത്തം വരും. ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ ട്രാൻസാക്ഷൻസ് മൊത്തം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട്, എത്ര ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇമാറിന്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്നുള്ള വാക്ക് വേണ്ട. കാരണം 100% എല്ലാ കമ്മ്യൂണിറ്റി അപ്രീഷിയേറ്റ് ആയിട്ടുള്ളൂ. നല്ലൊരു ലൊക്കേഷനാണ് ദുബായ് ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ദുബായ് ഹിൽസിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ വില്ലാസ് ഉണ്ട്, ടൗൺ ഹൗസ് ഉണ്ട്, അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ദുബായ് ഹിൽസ് ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടൗൺ ഹൗസോ വില്ലാസോ ആണ്. കാരണം ദുബായ് ഹിൽസിലെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു ഹാർട്ട് ഓഫ് ദുബായിൽ ഒരു നല്ല വില്ല ടൗൺ ഹൗസ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദുബായ് ഹിൽസ് നല്ലൊരു ഓപ്ഷനാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് അറൌണ്ട് ഒരു 8 മില്യൺ 9 മില്യൺ ഒക്കെ വരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓഫ് പ്ലാനിൽ ടൗൺ ഹൗസുകളാണെങ്കിൽ. വില്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 20 CR ഒക്കെ നമുക്ക് മിനിമം നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത്. ഒരു 3 വർഷം കൊണ്ടാണ് ഈ പേയ്മെന്റ് ചെയ്യേണ്ടത്. നമുക്ക് അത് കംപ്ലീറ്റ് ആകുന്ന സമയത്തേക്ക് നമുക്ക് എന്തായാലും ഒരു 40-45 മില്യൺ, അതായത് ഡബിൾ എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് ആ പ്രോപ്പർട്ടി വാല്യൂ എത്തും. ദുബായ് ഹിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മേജർ, ഇതാണ് സത്യം പറഞ്ഞാൽ ദുബായിയുടെ എന്താ പറയാ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അപ്രീഷിയേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്
എമിറേറ്റ്സ് ഹിൽസ്. നമ്മുടെ നാട്ടിലെ നമുക്ക് അറിയാവുന്ന ഏത് ബില്യണർ എടുത്താലും അവരുടെയൊക്കെ വീടുകൾ എമിറേറ്റ്സ് ഹിൽസിലാണ്. എമിറേറ്റ്സ് ഹിൽസ് എന്ന് പറയുന്നത് 2006 2007 വെറും 8-9 മില്യൺ 20 കോടി രൂപയ്ക്ക് താഴെ മാത്രം പ്രോപ്പർട്ടി വാല്യൂ ഉണ്ടായിരുന്ന ഈ എമിറേറ്റ്സ് ഹിൽസിലെ ഇപ്പോഴത്തെ എമിറേറ്റ്സ് ലിവിംഗ് എന്നാണ് ആക്ച്വൽ നെയിം, പക്ഷേ എമിറേറ്റ്സ് ഹിൽസ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിലെ ഇപ്പോഴത്തെ പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 148-150 മില്യൺ വരെ അപ്രീഷിയേറ്റ് ആയ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വെറും 20 കോടി രൂപയ്ക്ക് വാങ്ങിച്ചു. വെറും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രോപ്പർട്ടി വാങ്ങാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് 20 കോടി രൂപ ഒന്നുമല്ല. 20 കോടി രൂപയ്ക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചവർക്ക് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 300 കോടി രൂപയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് DXB Interact ഒക്കെ ആയിട്ട് എമിറേറ്റ്സ് ഹിൽസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അത് നിങ്ങൾ ചുമ്മാ അതിൽ കയറി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും ദുബായിൽ റെക്കോർഡിക്കലാണ്, ഓപ്പൺ ആണ്, എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റും, ലോകത്തിന്റെ എവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ എമിറേറ്റ്സ് ഹിൽസിന്റെ അപ്രീസിയേഷൻ ചെക്ക് ചെയ്യുക. അപ്പം എന്നും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻവെന്ററീസ്, അതായത് ലിമിറ്റഡ് നമ്പർ ഉള്ള പ്രോപ്പർട്ടികൾ, അതും MR-ലാണെന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഇനി വാങ്ങാന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു 80 മില്യൺ ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഒരു 40-45 ഒക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് കയ്യിൽ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാങ്ങുന്നത് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. പക്ഷേ ഇതുപോലെ ആയി വരുന്ന കമ്മ്യൂണിറ്റികൾ ദുബായിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ 4-1 വിലയിൽ വാങ്ങാൻ പറ്റും. നിങ്ങളുടെ സമയം നല്ലൊരു ടൈം എത്തുമ്പോഴേക്കും അതിന്റെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും ഒരുപാട് മുകളിലായിരിക്കും. ഇനി ദുബായിലെ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന 2 ഓപ്ഷൻ, ഒന്ന് ഇമാർ സൗത്തും അതുപോലെ ഇമാർ വാല്യൂ ആണ്. ഈ 2 ലൊക്കേഷനാണ് ഇനി നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഇമാർ സൗത്തിന്റെ ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നത് അൽ മക്തൂം എയർപോർട്ടാണ്, വേൾഡിലെ ലാർജസ്റ്റ് എയർപോർട്ടാണ്. ഇതിന്റെ ബോർഡർ ഷെയർ ചെയ്യുന്നത്. പ്രൈസ് ആണെങ്കിലോ നമ്മുടെ നോർമൽ ഡെവലപ്പേഴ്സിന്റെ സെയിം പ്രൈസിൽ തന്നെയാണ് ഇവർ ടൗൺ ഹൗസുകളും വില്ലാസുകളും ഡെലിവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. പ്രൈസ് വളരെ കുറവാണ്. നാട്ടിൽ 4 കോടി രൂപ 5 കോടി രൂപയ്ക്ക് നമുക്ക് 4 ബെഡ്റൂം 3 ബെഡ്റൂം ടൗൺ ഹൗസുകൾ കിട്ടും. ഇൻക്ലൂഡിങ് ഒരു 3000 സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അൽ മക്തൂം എയർപോർട്ടിന്റെ ബോർഡർ ഷെയർ ചെയ്യുന്നത്, വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ടിന്റെ ബോർഡർ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഈ ഒരു പ്ലോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ദുബായിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇമാർ സൗത്ത് ആണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ ഇമാർ സൗത്ത് എന്ന് പറയുന്നത് അത്ര പൊട്ടൻഷ്യൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇമാർ വാലി എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. കാരണം അതിന്റെ ഡെവലപ്മെന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പ്രോപ്പർട്ടി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 2 കോടി രൂപയും, അതുപോലെ തന്നെ ഒരു ടൗൺ ഹൗസ് 3-4 ബെഡ്റൂം ടൗൺ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 കോടി രൂപ 5 കോടി രൂപ. ഇത് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും, ഈ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ഏറ്റവും കുറഞ്ഞൊരു 15 കോടി രൂപയെങ്കിലും ഈ പ്രോപ്പർട്ടി വാല്യൂ എത്തും. കാരണം ഏതൊരു പ്രോപ്പർട്ടിയുടെ എൻട്രി ഫേസിൽ നമ്മൾ എൻ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പൈസയിൽ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ കംപ്ലീറ്റ്ലി മെച്ചുവേർഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ പ്രോപ്പർട്ടി പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 3 ഇരട്ടി ആയിട്ടുണ്ടാവും. അപ്പോൾ സോ ഇമാർ എന്ന് പറയുന്നത് എന്നും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമാറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഏത് യൂണിറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഏത് റോ ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഫേസ് ഏത് വ്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ എന്നോട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ അവിടെ ഫ്യൂച്ചറിലുണ്ടായ അപ്രീസിയേഷൻ, ഫ്യൂച്ചറിലുണ്ടായ എന്തൊക്കെയാണ് അവിടുത്തെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്, എന്തൊക്കെയാണ് വിഷൻ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്, അതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്തെടുക്കാം എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് MR-നെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഒരു 1 അവർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. പ്രോപ്പർട്ടി വാങ്ങാനല്ലെങ്കിലും വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം, ഫ്യൂച്ചറിൽ പറ്റുമ്പോൾ വാങ്ങാൻ പറ്റും.